ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. നമുക്ക് ജോലിക്ക് പോകുന്നതോടൊപ്പം തന്നെ ആരോഗ്യവും കൂടെ ശ്രദ്ധിക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ വർക്കിംഗ് IT ഫീൽഡിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു പല ജോലികളിലും നമുക്ക് ജോലി സമയം കൂടുതലായതുകൊണ്ടും അതേപോലെ ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്നുള്ള ജോലി ആയതുകൊണ്ടും പലപ്പോഴും ഹെൽത്ത് ഒരുപാട് ശ്രദ്ധിക്കാൻ പറ്റാറില്ല, സമയം കിട്ടുന്നില്ല എന്നാണ് നമ്മൾ പലപ്പോഴും എല്ലാവരും പറയാനുള്ള ഒരു റീസൺ. എന്നാൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി കുറേ നാളുകൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടും ഒരു എക്സസൈസ് ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലായി മാറുമ്പോഴും വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഒരുപാട് സമയം എക്സ്ട്രാ മാറ്റി വെക്കാതെ നമ്മുടെ ജോലിയോടൊപ്പം തന്നെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കാനായി ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ആണ് ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഡെയിലി റൂട്ടീൻ, വർക്ക് റൂട്ടീൻ്റെ ഭാഗമായി തന്നെ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അതിൻ്റെ 7 ടിപ്സ് ആണ് ഇന്ന് പറയുന്നത്. അതിലൊന്നാമതായിട്ട് കഴിയുന്നിടത്തോളം സ്റ്റെയർ ഉപയോഗിക്കുക. ലിഫ്റ്റ് ഉപയോഗിക്കാതെ സ്റ്റെപ്സ് വഴി നടക്കുക. അപ്പോൾ ഒരല്പം നേരത്തെ ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും. അതുപോലെ ഒരുപാട് മുകളിലാണെങ്കിൽ കുറച്ച് ഫ്ലോർസ് എങ്കിലും സ്റ്റെപ്പ് യൂസ് ചെയ്ത് പോവുകയും ബാക്കി ലിഫ്റ്റിൽ പോകാൻ ശ്രദ്ധിക്കുക. എപ്പോഴൊക്കെ കഴിയും, ഇറങ്ങുമ്പോഴാണെങ്കിലും കയറുമ്പോഴാണെങ്കിലും പരമാവധി സ്റ്റെയർ യൂസ് ചെയ്യാനായി ശ്രദ്ധിക്കുക. നമ്മുടെ ബ്ലഡ് ഫ്ലോയ്ക്കും ഒക്കെ ഒരുപാട് നല്ലതാണ്. പിന്നെ എപ്പോഴും ഓഫീസുകളിലെല്ലാം കൂട്ടത്തിൽ കഫറ്റീരിയോ അല്ലെങ്കിൽ ചെറിയ ഫുഡ് കോർട്ടോ ഒക്കെ കാണും. അപ്പോൾ നമ്മൾ കഴിവതും ചെയ്യുന്നൊരു കാര്യമാണ് ലഞ്ച് എടുത്തിട്ട് പോകാണ്ട് നമ്മൾ അവിടെ കിട്ടുന്ന എന്തെങ്കിലും സ്നാക്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന മീൽ വെച്ചോ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ അതിലും നല്ലത് എപ്പോഴും ലഞ്ച് അല്ലെങ്കിൽ ഫുഡ് പാക്ക് ചെയ്തിട്ട് പോവാം. നമ്മൾക്ക് എന്താണോ അപ്പം ഒരു വെറൈറ്റി ഓഫ് സ്നാക്സ് നമുക്ക് പറ്റുന്നത് പോലെ അതൊന്ന് പ്ലാൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് എന്തൊക്കെയാണ് പല ന്യൂട്രിയൻസ് ആണെങ്കിലും പ്രോട്ടീൻസ് ആണെങ്കിലും റിച്ച് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കഴിവതും ഈ കഫറ്റീരിയ അല്ലെങ്കിൽ ലോക്കൽ ഫുഡ് കോർട്ട്സിൽ നിന്ന് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യുക. നല്ലൊരു ലഞ്ച് തലേന്ന് നൈറ്റ് തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ വർക്കിംഗ് ടേബിളിൽ തന്നെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരിക്കണം. അത് റീഫിൽ ചെയ്യാനും ശ്രദ്ധിക്കുക. കാരണം വെള്ളം കുടിക്കുക, നല്ല അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ അല്ലെ 1 അവർ കൂടുമ്പോഴെങ്കിലും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അതേപോലെ തന്നെ ആ വെള്ളം തീരുമ്പോൾ നമ്മൾ എഴുന്നേറ്റൊന്ന് നടക്കുമ്പോൾ അതും നമുക്ക് ജസ്റ്റ് ഇടയ്ക്ക് ഒരു ബ്രേക്ക് വരാൻ നല്ലതാണ്. പിന്നെ നമ്മൾ ഇരിക്കുന്ന വർക്ക് സ്പേസ്, അത് ഏറ്റവും നല്ല രീതിയിൽ സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് വലിച്ചു വാരിയിടാതെ നല്ലപോലെ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ഇപ്പം അടുക്കി പിറക്കി അത്യാവശ്യത്തിനൊരു സാധനം എടുക്കേണ്ടി വന്നാൽ അത് കുറേ സാധനങ്ങളുടെ അടിയിലായി പോകുന്നത് പോലെ അങ്ങനെയാകാതെ നമുക്ക് എടുക്കാനുള്ള കൺവീനിയൻസ് അനുസരിച്ച് വലിച്ചു വാരിയിടാതെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അടുക്കും ചിട്ടയും തോന്നുന്ന പോലെ വർക്ക് സ്പേസ് സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ ഇരിക്കുന്ന പൊസിഷൻ, ലാപ്ടോപ്പിന്റെ പൊസിഷൻ, മോണിറ്ററിന്റെ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, കീബോർഡ്, മൗസ് ഒക്കെ ഒന്നും നമുക്ക് സ്ട്രെയിൻ ആകുന്നില്ല എന്ന് ബോധ്യം വരുത്തുക. എപ്പോഴും നമ്മൾ ഇരിക്കുന്ന പോസ്റ്ററിനെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. ചെയറിന്റെ ഹൈറ്റ് ആണെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ ചെറിയ ബ്രേക്കുകൾ എടുക്കാൻ, അതായത് കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്യാതെ. അപ്പം അതിന് ഇപ്പൊ തനിയെ ഓർക്കില്ല അല്ലെ, വർക്കിനകത്ത് ഇരുന്ന് പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആ പുറത്തിറങ്ങണം അല്ലെ നടക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ല. അപ്പം അതിനു വേണ്ടി ഒരു ആപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഒരു ആപ്പോ ഫോണിലൊരു ആപ്പോ അതിനായി ആക്കുക. വർക്ക് ബ്രേക്ക് ടൈമർ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യുക. കൃത്യ ഇടവേളകളിലിടയിൽ നമുക്കൊരു മൈന്യൂട്ട് റിമൈൻഡർ തരുന്നത് പോലെ. എന്നിട്ട് ആ ഒരു സമയത്ത് വേറെ എന്ത് വന്നാലും ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ബ്രേക്ക്, കണ്ണിനാണെങ്കിലും ഒക്കെ ഒരു റെസ്റ്റ് കൊടുക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുക. ഒന്ന് എഴുന്നേൽക്കുകയോ ഇരിക്കുകയും എങ്കിലും ചെയ്യാനായി ശ്രദ്ധിക്കുക ആ ഒരു സമയത്ത്. അതുപോലെ നിശ്ചിതമായ ഇടവേളകളിൽ സ്ട്രെച്ച് ചെയ്യുക. അതായത് നമുക്ക് ഡെസ്കിൽ നിന്ന് പോകാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കയ്യ്, കാല്, നെക്കിന്റെ മസിൽസ് ഇതൊക്കെ ഷൗട്ട് ചെയ്യുക. ഒന്ന് കഴുത്ത് കറക്കാൻ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 10-20 സെക്കൻഡ് വെച്ച് ഓരോ പോസിന് മാറ്റി വെക്കുക. അങ്ങനെ നമ്മുടെ മസിൽസ് ഒക്കെ സ്ട്രെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഫ്ലെക്സ് ആവാൻ ഒക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് ലഞ്ച് ബ്രേക്ക് എന്ന് പറയുന്നത് ഏകദേശം 1 മണിക്കൂർ കാണും മിക്കവാറും ഉള്ളിടത്തൊക്കെ. അപ്പോൾ ആ 1 മണിക്കൂർ ഒരിക്കലും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ജസ്റ്റ് ചിറ്റ് ചാറ്റ് ചെയ്ത് സമയം കളയാതെ
അല്ലെങ്കിൽ അന്നേരവും ഇങ്ങനെ ഫിസിക്കലായിട്ടൊന്നും ചെയ്യാതെ ഒരിടത്ത് തന്നെ ഇരിക്കാതെ ഫുഡ് കഴിച്ചതിന് ശേഷമോ അതിനു മുന്നെയോ ഒന്ന് പുറത്തിറങ്ങി നടക്കാനോ, അല്ലെ അറ്റ്ലീസ്റ്റ് ഒന്ന് ഫ്രഷ് എയർ കൊള്ളാൻ വേണ്ടി നമുക്ക് നടക്കാനുള്ള, അല്ലെങ്കിൽ ആ ഒരു ടൈമിന്റെ ഒന്ന് ബൈക്ക് റൈഡ് ആണെങ്കിലും എന്താണോ, ജസ്റ്റ് പുറത്തിറങ്ങി ഫ്രഷ് എയർ കൊള്ളാനും കുറച്ചു നേരം ഒന്ന് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി നിൽക്കാനുമായിട്ട് അത് യൂസ് ചെയ്യാം. ആ ഒരു ലഞ്ച് ടൈമിൽ ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും, ആ ഒരു ചെറിയ ഒരു ഔട്ട് പുറത്തിറങ്ങി എന്തെങ്കിലുമോ, അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് എന്തെങ്കിലും ആ ഒരു സമയത്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ 7 കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്. ഇതൊന്നും വർക്കിന്റെ ഫോക്കസ് മാറിപ്പോകാതെ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും.